അതിപ്പോൾ സ്വാഭാവികമായിട്ടും അതികായനായ പിണറായി വിജയൻ്റെ വീട്ടിൽ CRPF CISF ഒക്കെ വന്ന് ചുറ്റും നിന്ന് പിണറായി വിജയൻ 5-8 മണിക്കൂർ വീട്ടിൽ അങ്ങനെ റെയ്ഡിന് ഇരുന്ന് കൊടുക്കുന്ന കാണുമ്പോൾ, റെയ്ഡിനിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതിരിക്കണം. അത് കാണുമ്പോൾ ഒരു സുഖമുണ്ട് എനിക്ക്. അത് സുഖം ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നതാവും. എൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ എൻ്റെ 2 കുഞ്ഞു പിള്ളേർ, കൊറോണ സമയമാണ്, ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഫോൺ എടുത്തുകൊണ്ട് പോയി. പിള്ളേർ ടാബിൽ ഗെയിം കളിക്കുന്ന ടാബൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിപ്പോഴും കിട്ടിയിട്ടില്ല, അവിടെ ഇരിക്കുകയാണ്. അത് ശരി, കുട്ടികളുടെ ഫോൺ, എൻ്റെ കുട്ടികളുടെ ഫോൺ. ഇതെല്ലാം എൻ്റെ ഫോൺ കൊടുത്തല്ലേ. എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോൺ കൊടുത്തു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ ഫോണിനകത്ത് പിണറായി വിജയൻ്റെ അല്ല എൻ്റെ ലാപ്ടോപ്പിനകത്ത് പിണറായി വിജയൻ്റെ CMR കേസുമായി ബന്ധപ്പെട്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളുണ്ട് അറിയണം. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു റെയ്ഡ്. മറ്റൊരു പേരിൽ, അതായത് മറ്റേ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞാണ് ഈ റെയ്ഡ് നടത്തിയത്. എന്നിട്ട് എൻ്റെ പിള്ളേരുടെ ഫോണെല്ലാം എടുത്തുകൊണ്ട് പോയി, ലാപ്ടോപ്പെല്ലാം മറ്റേ ടാബെല്ലാം എടുത്തുകൊണ്ട് പോയി. ടാബ് ഉണ്ടില്ല, എൻ്റെ ലാപ്ടോപ്പാണ് തപ്പിയത്. എൻ്റെ ലാപ്ടോപ്പ് ഞാൻ സാമാന്യ വിവരമുണ്ടെങ്കിൽ അവർക്ക് റീച്ചബിൾ അടുത്ത് വെക്കില്ല. അപ്പം എൻ്റെ ഫോൺ ഞാൻ കൊടുത്തില്ല. എൻ്റെ ഫോൺ കൊടുത്തു വെച്ചാൽ എൻ്റെ ഫോൺ ഞാൻ കൃത്യമായിട്ട് അത് അവർ വന്ന് കയറിയ സമയത്ത് തന്നെ ഞാൻ മാറ്റി. എൻ്റെ ഫോണിനകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ കാൽക്കുലേഷൻ ശരിയായിരുന്നു, പക്ഷേ കൊടുത്തില്ല.